ഹലോ, ഗുഡ് മോർണിംഗ് ഷിബു സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഓർമ്മ ഉണ്ടോ? ഇന്നലെ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലായിട്ട്, പിന്നെ ഒന്ന് സംസാരിക്കാൻ ഓക്കെ. പറ്റുമോ വെച്ചിട്ട്. ഇന്നലെ തിരക്കിലായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നി. കുറെ മീറ്റിംഗ്. ഞാനും അതിൽ ഇവിടെ വിദേശത്താവുമ്പോ ഞങ്ങൾ എല്ലാ സമയത്തും രാത്രി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റുക. ഓക്കെ. ആയിരത്തില് ജോയിൻ ചെയ്ത് ഒത്തിരി നാളായതാണോ? ഞാൻ 1 വർഷമായിട്ടുള്ളൂ. അതായത് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട്. പൂട്ടുന്നതിന്റെ ഒരു കറക്റ്റ് പറഞ്ഞ ഒക്ടോബറിൽ. ഓക്കെ 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 ഓക്കെ. എന്തെല്ലാം വിവരങ്ങൾ സാറാ? എന്തായി കേസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു സാറാ? കേസ് നടക്കുന്നു. നിങ്ങളൊന്നും ആക്റ്റീവ് അല്ല, അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉണ്ട് നമ്മൾക്ക് ഉള്ളത് പറയാലോ. രണ്ട് പിന്നെ അതല്ല അതൊക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം രണ്ട് തട്ടിലായതുകൊണ്ട് ഒരു കമ്പനിയുടെ തിരിച്ചുവരവ് ബാധിക്കും എന്നുള്ള ഒരു പേടി ഞങ്ങൾക്കുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറയാണ്. മനസ്സിലായില്ല. അല്ല, ഇപ്പൊ ഗ്രൂപ്പ് മൊത്തമല്ല, ഇപ്പൊ ഒരാൾ അങ്ങോട്ട് പറയും. ഇന്റേണൽ ആയിട്ടുള്ള ഈ തല്ല് ലീഡേഴ്സിന്റെ ഇടയിലുള്ള ഒരു ചേരിതിരിവ് എന്നുള്ള ഞാൻ പറഞ്ഞത്. അത് ഒരു ആശങ്ക ഉണ്ട് ഞങ്ങൾക്ക്. അല്ല, ഇതിനകത്ത് ആശങ്കയൊന്നുമില്ല സാറേ. കാര്യങ്ങളൊക്കെ നടക്കും. ഇതിനകത്ത് കുറച്ച് പേര് ആളാകാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു കാര്യമുള്ളൂ. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് ചോദിക്കുമ്പോ ഇപ്പൊ ഞാനിങ്ങനെ പേഴ്സണലായിട്ട് ചോദിക്കുമ്പോ എല്ലാവരും നിങ്ങളെ പേര് പറയും, നിങ്ങളാണ് വെട്ടിച്ചത്. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയുക, ഞാൻ ഇപ്പൊ വിദേശത്ത് എടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് എന്താ കിട്ടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ലീഡേഴ്സ് എന്താ പറയുന്നത്, അത് മാത്രമേ ഞങ്ങളെ മനസ്സിലുള്ളൂ. അവര് പറയും പിന്നെ അതൊക്കെ അവര് ഫണ്ട് കൊണ്ടുപോയി, അങ്ങനത്തെ എനിക്കറിയില്ല എന്താന്നുള്ള. അവരങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇന്നെന്താ വിളിച്ചു എനിക്ക് മനസ്സിലായില്ല. എന്നെ ഇവിടുന്ന് കിട്ടി, എന്റെ നമ്പർ എങ്ങനെ കിട്ടി എനിക്ക്? എനിക്ക് ആരോ ഒരാൾ തന്നാണ്. നിങ്ങൾ മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിനകത്ത് മെസ്സേജ് മെസ്സേജ് കണ്ടിട്ട് ആരോ ഒരാൾ എനിക്ക് തന്നാണ്. ആരാന്ന് ഓർമ്മയില്ല. ഓക്കെ. ഇങ്ങനെ അതുണ്ടാവും. അതൊക്കെ കിട്ടും. അതിനൊക്കെ ആൾക്കാരെല്ലാവർക്കും ഉണ്ടല്ലോ അതില്. അതെ. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യമുള്ളത്. ഇത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് മാധ്യമങ്ങളിലേക്ക് ഇട്ട് വിഴുപ്പലക്കെയാണ് ഈ പരിപാടി ഇങ്ങനെ ആയത്. തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം മുതൽ ചെയ്തപ്പോൾ എന്താ ഇഷ്യൂ വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ ചെയ്തപ്പോൾ ഇത് അറിയാലോ, നമുക്കെതിരെ സംസാരിക്കുന്ന കുറെ പേരുണ്ട്. തീർച്ചയായിട്ടും നമുക്കെതിരെ പണി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി സീക്രട്ട് ആയിട്ടാണ് കാരണം ചില കാര്യങ്ങൾ സീക്രട്ട് ആണ്. നമ്മളെ ഈ നെഗറ്റീവ് ഗ്രൂപ്പുകാർ നമ്മൾ വിചാരിച്ച പോലല്ല. ഞാൻ അവിടെ എന്റെ വോയിസ് വേറെ ആൾ മുഖേന എനിക്ക് റൗണ്ട് ചെയ്ത് 10 റൗണ്ട് എന്റെ വോയിസ് എനിക്ക് അയച്ചത് 5 വട്ടം ഫോർവേഡ് അത് വോയിസ്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് വെച്ചപ്പോൾ ചിലർക്ക് അത് സഹിക്കുന്നില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് മറ്റേ നെഗറ്റീവ് ഗ്രൂപ്പിനെ കൊണ്ട് ചോർത്തി കൊടുത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് അന്ന് സ്റ്റാർട്ടിങ്ങില്. അങ്ങനെയാണ് ഈ ഇത്രയൊക്കെ നീണ്ടു പോയത്. അപ്പൊ നമ്മൾ കുറെ പേരെ മാറ്റി നിർത്തിയപ്പോ അവർക്ക് സഹിച്ചില്ല. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പൊളിറ്റിക്സ് നിന്നതില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നി അവര് പറഞ്ഞതാണ് നിങ്ങള് കഥകളൊന്നും അറിയാണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കും എന്താണ് സംഭവം. അപ്പൊ അവരെനിക്ക് പറയുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കാരണം പല ആളുകൾ ഫണ്ട് കൊണ്ട് പോയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ പേരാണ്. അല്ല തെളിവ് എന്താ ഒരാളും ഫണ്ട് കൊണ്ട് പോയിട്ടില്ല. ഒരാളും ഫണ്ട് കൊണ്ട് പോയിട്ടില്ല. കാരണം അതിന്റെ തുടക്കം മുതലേ ഉള്ള ആൾക്കാരാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തുടക്കത്തിൽ കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ലീഡേഴ്സിനൊന്നും ഒരു പരാതിയില്ല. ഇത് ഇന്നലെ വന്ന അജിത്തിനും രജുവിനും മാത്രമാണ്. രജുവിനെ മാറ്റി നിർത്തിയെന്നൊക്കെയാണ് പറഞ്ഞത്. രജു എന്ന് പറഞ്ഞ ആളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയാണ്. പല റീസൺസ് ഉണ്ട്. ഞാൻ ഫോണിൽ കൂടെ പറയണ്ട. അപ്പൊ അവർക്ക് വാശി കാര്യങ്ങൾ കയറി. നിങ്ങൾ ഒരൊറ്റ കാര്യം നോട്ട് ചെയ്താൽ മതി. ഈ ഫണ്ട് മാറ്റിയെന്ന് ഏതെങ്കിലും സീനിയർ ലീഡേഴ്സ് എവിടെയെങ്കിലും പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, സീനിയർ ലീഡർ ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. ഈവൻ ഷീന മാഡം വരെ ഫണ്ടിന്റെ കാര്യത്തിൽ പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് സത്യാവസ്ഥ അറിയാം. ഇവർക്ക് പറയാൻ വേറെ ഒന്നുമില്ല. ഈ ഫണ്ട് മാറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാരെ പാനിക്കാക്കാൻ തോന്നി. ഇപ്പൊ പറഞ്ഞപ്പോ 10 കോടിയിലെത്തി. 10 ഒരു ഇത് മാറ്റിയിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞത് 8 കോടി ഇപ്പൊ 10 അത്ര പൈസ വന്നിട്ടില്ല സാറേ. കോടികൾക്കൊന്നും ഒരു വിലയുണ്ട്. കോടികളൊന്നും ഉണ്ടാവില്ല. കോടികളൊന്നും, കാരണം എല്ലാവരും 500-ഉം 1000-ഒക്കെ നല്ല കൊടുക്കൂടെ. എത്ര ആള് കൊടുക്കും? ഞാൻ വെറും 500 കൊടുത്തത്. അതന്നെ, എല്ലാവരും അതിൽ കൂടുതലൊന്നും പാരം കൊടുക്കൂലല്ലോ. അത്ര 8 കോടിയൊക്കെ വെറുതെ പറയായിരിക്കും ചിലപ്പോ. ഒരു ഒന്നൊക്കെ ഉണ്ടാവുമ്പോ എനിക്കറിയില്ല എത്ര എന്നുള്ളത്. നമ്മള് വെറുതെ ഗസ് ചെയ്തിട്ട് കാര്യമല്ലോ. ഓക്കെ, ഞാനിപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തും പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളോ വേറെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളോ ഒരിക്കലും പറയരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊന്നിനുമല്ല. കാരണം അതെല്ലാം തെറ്റാണ് ഈ പറയുന്ന കാര്യങ്ങളെ.
തെറ്റിദ്ധരിപ്പിക്കാനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കുമ്പോ അവര് ഈ ഫണ്ടിന്റെ കാര്യം അല്ല, നമ്മൾ ഗ്രൂപ്പിൽ ഓപ്പൺ ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ട സമയമാണോന്ന് എനിക്കറിയില്ല. ഞാൻ പേഴ്സണലായിട്ട് പല ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല, അഡ്മിൻ ആയിട്ടുള്ള പല ഗ്രൂപ്പിന്റെ അടുത്ത് ഞാൻ പോയി ചോദിക്കുമ്പോൾ അവര് പറയുന്നത് നിങ്ങളാർക്കും അവരൊക്കെ കൊണ്ടുപോയി, നിങ്ങൾ എന്തിനാ കൊടുത്തത്, അവരൊക്കെ ചോദ്യം ചെയ്യും നിങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ ഫണ്ട് പോയ ആള് എന്നുള്ള നിലക്ക് നമ്മള് ഒരു സ്വാഭാവികമായിട്ട് വൈകാരികമായി പ്രതികരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവര് പറയുന്നത് ഒന്നെങ്കിൽ സൂം വിളിച്ച് പറയണം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ കണക്കിടണം എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിക്ക്, കൈക്കൂലി കൊടുത്ത കാശ് എവിടെയെങ്കിലും പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? അത് ശരിയാണ്. ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ വേറെ ഒന്നും ചിന്തിക്കണം. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ മീറ്റിംഗ് വിളിക്കുക. മീറ്റിംഗ് വിളിച്ചാൽ എല്ലാവരുടെയും പറയാൻ, ചില ഫണ്ട് എല്ലാവരുടെയും പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. അല്ല, ഞാനത് കൈക്കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അതെ അതെ അതെ, എനിക്കറിയാം. കുറച്ച് ഫണ്ട് ഡയറക്റ്റ്, ചില ഫണ്ട് നമ്മൾ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, ചില ഇങ്ങനെ പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അപ്പം എത്രയേ ഉള്ളൂ, ഇതിന്റെ കുറെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതൊന്നും സത്യമല്ല. ഒക്കെ അറിയുക, നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ കമ്പനി വരും സാറേ, കമ്പനി തിരിച്ചു കൊണ്ടുവരാം. കമ്പനി തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളൊക്കെ കാര്യം കഷ്ടപ്പാടാണ് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ജനകീയ വേദി എന്താണ് ഈ ജനകീയ വേദിന്റെ, ഞാന് ഒരുപാട് ജനകീയ വേദി, കാരണം ഞാൻ ഇപ്പൊ ഗൾഫിലാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതിന്റെ അർത്ഥം പൈസക്ക് ആവശ്യമില്ല എന്നല്ല, ഞാൻ അതിന് പോയിട്ടൊന്നുമില്ല. ജനകീയ വേദി ഇന്ന് രാവിലെ അമ്പിളിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അമ്പിളിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലായിരുന്നോ? അതിപ്പോ ഞാൻ എന്താ അറിഞ്ഞ, കാരണം അതിലുള്ള ഒരു അക്ബർ എന്ന് പറഞ്ഞ ഒരാള് ഇത് വരുന്നതൊക്കെ ഓരോന്ന് അങ്ങനത്തെ കേസാണല്ലോ പൊന്നാര. ഇവര് ഏൽപ്പിക്കണ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കേസില്, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത്. ഇത് ഒരുത്തം മാന്യമായിട്ട് ഉള്ള ഈ ഷാജിയുടെ ഗ്രൂപ്പിലുള്ള സലിം. അതെ അതെ അതെ, കേസ് കൊടുത്തത്. പ്രതാപൻ സാറിന്റെ മുഖത്ത് ആദ്യത്തെ അടി ഞാൻ അടിക്കുന്നു പറഞ്ഞാണ് ഈ പറഞ്ഞ. അതെ അതെ, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ച ആളെ കുറിച്ച്, കാരണം നമ്മളൊരു അതൊക്കെ അന്വേഷിച്ചു. അപ്പം വേറെ കുറെ കാര്യങ്ങളുണ്ട് സാർ. വേറെ കുറെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം കുറെ നെഗറ്റീവ് ഗ്രൂപ്പുകാരെ നമ്മൾ, പക്ഷെ പോസിറ്റീവ് ഗ്രൂപ്പുകാരനെ മതി ധാരാളം ഈ കമ്പനിനെ പൂട്ടിക്കാൻ. ഞാൻ മനസ്സിലാക്കിയ വിഷയമാണ്. ഇപ്പൊ പറയാൻ പറ്റുമെന്ന് അറിയില്ല, പോസിറ്റീവ് ഗ്രൂപ്പുകാരുടെ നെഗറ്റീവുകാർക്കുള്ള അല്ല ഇപ്പൊ ഇത്. ഓരോരോ കാര്യം. ഞാൻ വരുന്നില്ല, ഞാൻ കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇവരെല്ലാം ചേർന്ന കമ്പനിയെ ഒരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുറെ ആൾക്കാരെ കാശ് തിരിച്ചു കൊടുത്ത് ഇതൊന്ന് ഒതുക്കി തീർത്ത് ഹൈറിസ് സംഭവം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്സിജനോമിനും ബാക്കിയുള്ള കമ്പനികൾക്കും നല്ലതാണ്. അതിനെതിരെയാണ് നമ്മൾ പറയുന്നത്. ഹൈറിസ് പഴയതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു വരണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതാണ് അയ്യൂബ് കഴിഞ്ഞ ആഴ്ച ഒരു വോയിസ് കിട്ടിയിരുന്നു. അതിന്റെ ഇത് മനസ്സിലായി. ചിലപ്പോ നമ്മളൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവേണ്ടി വരും, ചിലപ്പോ എല്ലാ എമൗണ്ട് കിട്ടണമെന്ന് വാശി പിടിക്കരുത്. 700 കോടി രൂപ കൊടുക്കാനുള്ളടുത്ത് 200 കോടി കൊടുത്താൽ എന്താവും? നിങ്ങൾ തന്നെ പറ. 700 കോടി നിങ്ങൾക്ക് തരാനുണ്ട്, അതിനകത്ത് 200 കോടിയെ കയ്യിലുള്ളൂ. അതിലെത്ര കിട്ടും ഒരു ഐഡിയ ഇല്ല. ഇതാണ് 200 കോടി അപ്പൊ പ്രത്യക്ഷത്തിലുള്ള, അതിലെത്ര കിട്ടും, റിലീസ് ആയി കിട്ടും, അതിലെത്ര സിനിമയുടെ കൊടുക്കാൻ തീർ, അതൊക്കെ. അതെ, ഇത് ഇവർക്ക് തലേന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടി ചെയ്യുന്ന കളികളാണ്. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ഹൈറിസ് തിരിച്ചു വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ഹൈറിസ് വലിയ റോളൊന്നുമില്ല, വലിയ ലീഡറൊന്നുമല്ല. പക്ഷെ അത്